Hello friends, this is Pushpa from Beginners Channel. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 100 idioms ആണ്. അതായത് ശൈലികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശൈലികൾ ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. അത് നമ്മൾ അറിയാതെ തന്നെ സംസാരിക്കുന്നതാണ്, അല്ലാതെ നമ്മളത് ശൈലികളൊക്കെ ബൈ ഹാർട്ട് ചെയ്തു വെച്ചിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്. നമുക്കത് ചില ശൈലികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അത് നമ്മൾ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇംഗ്ലീഷിലെ ശൈലികളെ പറ്റി നമുക്ക് അറിവുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് അത് യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. അതിനെപ്പറ്റി അറിവ് കുറവാണെങ്കിൽ ചില സമയത്ത് നമുക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാറുണ്ട്. അതായത് അതിന്റെ അർത്ഥം വേറെയായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെയായിരിക്കും, അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ഇഡിയംസ് മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴുള്ള സന്ദർഭങ്ങൾ, ഡെയിലി വരുന്ന സന്ദർഭങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഡിയംസ് ഞങ്ങൾ പഠിച്ചു വെച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ 100 ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലുള്ള മീനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം ഞാൻ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസും പറയുന്നതാണ്. ആദ്യത്തെ ഇഡിയം wolf in sheep's clothing. Someone who looks very harmless but is very dangerous in reality. ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ പറയും അവൻ ആട്ടിൻ തോലിട്ട ചെന്നായാണ്. അതായത് അവനെ പുറമേ കാണുന്ന ആ ലുക്ക് ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷെ അവന്റെ ഉള്ള് ചീത്തയായിരിക്കാം, അല്ലെങ്കിൽ വെരി ഡേഞ്ചറസ് ആയിരിക്കാം. ഇപ്പം നമ്മൾ പറയാറുണ്ട് അവനെ വിശ്വസിക്കാൻ പാടില്ല, അവൻ ആടുകളുടെ വസ്ത്രത്തിലുള്ള ചെന്നായ, അല്ലെങ്കിൽ ആട്ടിൻതോലിട്ട ചെന്നായാണ് എന്ന് പറയും. ഹീസ് നോട്ട് ടു ബി ട്രസ്റ്റഡ്, ഹീസ് എ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഹീസ് നോട്ട് ടു ബി ട്രസ്റ്റഡ്, ഹീസ് എ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. അണ്ടർ ദ സൺ, ഇൻ ദ ഹോൾ യൂണിവേഴ്സ്, മുഴുവൻ പ്രപഞ്ചത്തിലും, എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് ഓർ ഇസ് പോസിബിൾ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർ സംസാരിച്ചു. ദേ ടോക്ക്ഡ് അബൌട്ട് എവറിത്തിങ് അണ്ടർ ദ സൺ. ഫിറ്റ് ആസ് ഫിഡൽ, പെർഫെക്റ്റ്ലി ഹെൽത്തി, പൂർണ്ണ ആരോഗ്യമുള്ളവൻ. അതിനെ നമുക്ക് ഫിറ്റ് ആസ് ഫിഡൽ എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു വ്യക്തി അവൻ 80 വയസ്സ് കഴിഞ്ഞിട്ടും അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഈവൻ ദോ ഹീസ് പാസ്റ്റ് 80, ഹീസ് ഫിറ്റ് ആസ് ഫിഡൽ. എന്നിട്ട് അവൻ ഒരു നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. യെല്ലോ ബെല്ലേഡ്, വെരി കവേർഡ്ലി, വളരെ ഭീരുവായ. യെല്ലോ ബെല്ലേഡ്, സത്യം പരസ്യമായി വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം അവൻ ഭീരുവാണ്, അവൻ പേടിത്തൊണ്ടനാണെന്നൊക്കെ നമ്മൾ പറയും. ഈസ് ടു യെല്ലോ ബെല്ലേഡ് ടു ഓപ്പൺ ദ ട്രൂത്ത് ഇൻ പബ്ലിക്. യെല്ലോ ബെല്ലേഡ്, വെരി കവേർഡ്ലി, വളരെ ഭീരുവായ. Raise eyebrows, demonstrate suspicion, സംശയം പ്രകടിപ്പിക്കുക. ഞാനൊരു നോവൽ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ സംശയം പ്രകടിപ്പിച്ചു, ഇതിന് ഇവരെ കൊണ്ട് പറ്റുന്നതാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ സംശയം പ്രകടിപ്പിച്ചത് അവര് റേസ് ഐബ്രോസ് എന്ന് പറയുന്നത് അവിടെ സംശയം പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ സെന്റൻസ് ഉണ്ടാക്കാം. മൈ ഫ്രണ്ട്സ് റേസ്ഡ് ഐബ്രോസ് വെൻ ഐ ടോൾഡ് ദം ദാറ്റ് I am going to write a novel. My friends raised eyebrows when I told them that I am going to write a novel. Rain cats and dogs. Rain very heavily. കനത്ത മഴ പെയ്യുന്നതിന് നമ്മൾ rain cats and dogs. ഇതാ ഞാൻ പറഞ്ഞത്, ചില ശൈലികൾ നമുക്ക് ഇംഗ്ലീഷിലുള്ളത് നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനായിട്ട് ഇടവരും, നമുക്ക് അതിനെപ്പറ്റി നോളജ് കുറവാണെങ്കിൽ. ഇപ്പൊ ഇംഗ്ലീഷ് സിനിമയൊക്കെ വാച്ച് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ നേറ്റീവ് സ്പീക്കേഴ്സ് ആരെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാനിടയായാൽ അതിനകത്ത് അവർ പറയുന്ന ചില ശൈലികൾ നമ്മൾ കേൾക്കുന്നത് ഒന്നായിരിക്കാം, നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നായിരിക്കാം, പക്ഷെ അതിന്റെ അർത്ഥം വേറെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ശൈലികളൊക്കെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കനത്ത മഴ പെയ്യുക എന്ന് പറയാം. ഇപ്പൊ കനത്ത മഴ പെയ്യുന്നതിനാൽ എനിക്ക് ഇന്ന് പുറത്തോട്ട് പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുന്നതിനാൽ ഇന്ന് എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ടുഡേ ഐ എം നോട്ട് ഏബിൾ ടു ഗോ ഔട്ട് ബിക്കോസ് ഇറ്റ്സ് റെയിനിങ്
cats and dogs. Today I am not able to go out because it's raining cats and dogs. Under one's wing, under one's protection, ഒരാളുടെ സംരക്ഷണത്തിൽ. Her parents died when she was quite young, so her uncle took her under his wing. അവളുടെ അച്ഛൻ അല്ലെങ്കിൽ പാരൻസ് മരിച്ചപ്പോൾ അവളുടെ അങ്കിളാണ് അവളെ സംരക്ഷിച്ചത്. അപ്പം അണ്ടർ വൺസ് വിങ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സംരക്ഷണത്തിൽ, അണ്ടർ വൺസ് പ്രൊട്ടക്ഷൻ. അണ്ടർ സംവൺസ് തമ്പ്, അണ്ടർ സംവൺസ് ഫുൾ കൺട്രോൾ, ഒരാളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ. അതിനെ നമ്മൾ അണ്ടർ സംവൺസ് തമ്പ് ചിലപ്പോൾ പറയാറുണ്ട്, അവന്റെ ഭാര്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇസ് അണ്ടർ ഹിസ് വൈസ് തമ്പ് മീൻസ് അണ്ടർ ഹർ കൺട്രോൾ, അവളുടെ കൺട്രോളിലാണ് എന്നുള്ളതിന് നമുക്ക് അണ്ടർ സമ്മൺസ് തമ്പ് എന്നുള്ള യൂസ് ചെയ്യാനായിട്ട്. അത് ഇവിടെ സമ്മൺസ് ഉള്ളതിന് നമുക്ക് ആരുടെ കൺട്രോളിലാണോ അവരുടെ പേര് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വൈഫാണെ വൈഫ്, ഹസ്ബൻഡ് ആണ് ഹസ്ബൻഡ്, അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. എ ബെഡ് ഓഫ് റോസസ്, എ സിറ്റുവേഷൻ ഓഫ് കംഫർട്ട്, ആശ്വാസകരമായ ഒരു സാഹചര്യം. അതിന് നമ്മൾ എ ബെഡ് ഓഫ് റോസസ്. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് എ ബെഡ് ഓഫ് റോസസ്. നമ്മൾ പറയാറുണ്ട് ജീവിതം എപ്പോഴും സുഖകരമായിരിക്കത്തില്ല, അതിനൊരു കയറ്റവും ഇറക്കവും കാണും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് എ സിറ്റുവേഷൻ ഓഫ് കംഫർട്ട്, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്നത്, അതായത് നമ്മൾക്ക് ആശ്വാസകരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എ ബെഡ് ഓഫ് റോസസ് എന്ന് പറയുന്നത്. വാം കോർണർ, കംഫർട്ടബിൾ പ്ലേസ്, സുഖകരമായ സ്ഥലം അല്ലെങ്കിൽ സുഖപ്രദമായ സ്ഥലം, നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കുന്ന ഒരു സ്ഥലം. ഇപ്പൊ നമുക്കിങ്ങനെ പറയാം, ഇപ്പൊ ഒരാള് ഒരു ഭാര്യയോട് പറയാണ്, ഞാൻ നേരത്തെ പോയാൽ ഞാൻ തീർച്ചയായും നിനക്ക് സ്വർഗത്തിൽ ഒരു സുഖപ്രദമായ സ്ഥലം ഉറപ്പുവരുത്തും എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെയൊക്കെ പറയാം. അതെങ്ങനെ പറയാം? ഇഫ് ഐ ഗോ earlier ഐ വിൽ certainly ensure a warm corner in heaven for you. കുട്ടത്തി വേണമെങ്കിൽ ഡാർലിംഗ് എന്നുകൂടെ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് സുഖപ്രദമായ ഒരു സ്ഥലം ഇവിടെ ഉദ്ദേശിക്കുന്നത് വാം കോർണർ, വാം കോർണർ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്. വീൽസ് വിത്തിൻ വീൽസ്, കോംപ്ലിക്കേഷൻ ആഫ്റ്റർ കോംപ്ലിക്കേഷൻ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രശ്നങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ സങ്കീർണതയ്ക്ക് ശേഷം സങ്കീർണത, ഒന്നിനു പുറകെ ഒന്നായിട്ട് വരത്തില്ലേ, അതിനെ നമ്മൾ വീൽസ് വിത്തിൻ വീൽസ് എന്ന് പറയാം. ഞാൻ എന്റെ വീട് പണി തുടങ്ങിയതിന് ശേഷം മാത്രം ഇതൊരു പ്രശ്നങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങളാണെന്ന് ഉള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. മറ്റുള്ളവർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം ഇത് പ്രശ്നങ്ങൾക്കുള്ളിൽ പ്രശ്നം, അതായത് വളരെ പ്രശ്നം നിറഞ്ഞ ഒരു കാര്യമാണ്, ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വീട് പണി എന്നുള്ളതെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ നമുക്കിങ്ങനെ പറയാം, only after I started the work of my house construction I came to know that it was a project with wheels within wheels. Weigh one's word. Think very carefully before talking. സംസാരിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കുക. You need not give an instant reply to my question. Weigh your words before that. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉടനെ മറുപടി പറയണമെന്നില്ല, ചിന്തിച്ച് മറുപടി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്. Weigh one's word. Down in the mouth, very sad, depressed. ആ സന്ദർഭങ്ങളിൽ നമ്മൾ വളരെയധികം വിഷമാവസ്ഥയിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഡൗൺ ഇൻ ദ മൗത്ത് എന്ന് യൂസ് ചെയ്യാം. ഈ നിസാര കാര്യത്തിന് എന്തിനാണ് ഇത്രയധികം വിഷമിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. വൈ ആർ യു ഡൗൺ ഇൻ ദ മൗത്ത് ഫോർ ദിസ് സില്ലി മാറ്റർ? ഡൗൺ ഇൻ ദ മൗത്ത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വെരി റെയർലി, വളരെ വിരളമായി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, നീ എന്നെ വല്ലപ്പോഴുമെങ്കിലും സന്ദർശിച്ചാൽ മതി, വല്ലപ്പോഴും ഒന്ന് എനിക്ക് നിന്നെ കാണാൻ പറ്റിയാൽ മതി, നീ എന്നെ വന്ന് കണ്ടാൽ മതി എന്നൊക്കെ ചില അമ്മൂമ്മമാര് പറയാറുണ്ടല്ലോ. ഇറ്റ്സ് ഇനഫ് ഇഫ് യു വിസിറ്റ് മീ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വളരെ വിരളമായി. ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, ഇൻ എ വെരി ഷോർട്ട് ടൈം, അതിവേഗത്തിൽ. ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, കണ്ണ് ചിമ്മുന്ന സമയത്ത് അവളുടെ മാനസികാവസ്ഥ മാറാം. അവള് ഇപ്പൊ പറയുന്ന പോലെയല്ല പിന്നീട്. ഹർ മൂഡ് ക്യാൻ ചേഞ്ച് ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. ടേൺ അപ്സൈഡ് ഡൗൺ, ബിക്കം ടോട്ടലി കൺഫ്യൂസ്ഡ്, തകിടം മറിയുക.
പെട്ടെന്നൊരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ തന്നെ അവളുടെ ജീവിതം മുഴുവൻ തലകീഴായി മാറി. ചില സന്ദർഭങ്ങൾ, ചില സംഭവങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ? പെട്ടെന്നൊരു മിനിറ്റിൽ തന്നെ അവളുടെ ജീവിതം മുഴുവൻ തലകീഴായി മാറി. സഡൻലി ഇൻ എ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ ഹെർ ഹോൾ ലൈഫ് ഹാസ് ബീൻ ടേൺഡ് upside down. Suddenly in the twinkling of an eye her whole life has been turned upside down. Think on one's feet. Decide instantly. നിന്ന നിൽപ്പിൽ തീരുമാനിക്കുക. നിന്ന നിൽപ്പിൽ തീരുമാനിക്കാനുള്ള അവന്റെ കഴിവ് മുതലാളിയെ ആകർഷിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും ആകർഷിച്ചു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അവന്റെ ആ നിന്ന നിൽപ്പിൽ തീരുമാനിക്കാനുള്ള കഴിവ് എന്നെ വളരെയധികം എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹിസ് എബിലിറ്റി ടു തിങ്ക് ഓൺ ഹിസ് ഫീറ്റ് ഇംപ്രസ്ഡ് ദ ബോസ്. His ability to think on his feet impressed the boss. Think on one's feet. Decide instantly. നിന്ന നിൽപ്പിൽ തീരുമാനിക്കുക. Talking point. A subject about people talk. ആളുകൾ സംസാരിക്കുന്ന വിഷയം. ഇക്കാലത്ത് ജീവിത ചിലവ് എല്ലായിടത്തും സംസാരിക്കുന്ന വിഷയമായതിനാൽ അതിശയിക്കാനില്ല അല്ലെ? ഇപ്പൊ നമ്മൾ പറയപ്പോഴത്തെ ഈ ജീവിത ചിലവ്, അതായത് നമുക്ക് ഡെയിലി യൂസിനുള്ള സാധനങ്ങൾ പോലും നമുക്ക് മേടിക്കാനായിട്ട് വളരെയധികം പ്രയാസകരമാണ്. അപ്പൊ ഇക്കാലത്ത് ജീവിത ചിലവ് എല്ലായിടത്തും സംസാരിക്കുന്ന വിഷയമാണ്. അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയണ്ട. നോ വണ്ടർ nowadays the cost of living is a talking point everywhere. Swim against the current. Fight against obstacles. ഒഴുക്കിനെതിരെ നീന്തുക. തടസ്സങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുക. അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം അല്ലെ? അതുപോലെ തന്നെ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളതും വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തുവാ? നമ്മൾ വളരെ പ്രയാസകരമായ കാര്യങ്ങളും നമ്മൾ തരണം ചെയ്ത് നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഒഴുക്കിനെതിരെ നീന്താനുള്ള അവളുടെ ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ അവനുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. ഹി ഹാസ് ദ വിൽ പവർ ടു സ്വിം അഗെയിൻസ്റ്റ് ദ കറന്റ്. He has the willpower to swim against the current. Sure as hell. Completely certain. സുനിശ്ചിതം. അവൻ ആ രഹസ്യം വെളിപ്പെടുത്തത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. I'm sure as hell he doesn't disclose that secret. I'm sure as hell he doesn't disclose that secret. Turn over a new leaf. Open a new chapter. ഒരു പുതിയ അധ്യായം ആരംഭിക്കുക. ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുക എന്നാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നോർമലി. അതായത് നമ്മളൊരു പുസ്തകം തുറന്നു, അതിനകത്തുള്ള പാഠപുസ്തകത്തിലുള്ള അധ്യായങ്ങളെല്ലാം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ ഒരു പുതിയ കാര്യം തുടങ്ങുക എന്നുള്ളതാണ്. ഇവിടെ പുതിയ അധ്യായം ആരംഭിക്കുക എന്നാണ്. ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്നാണ്. എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മളിപ്പോ ന്യൂ ഇയർ ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പറയും, ന്യൂ ഇയർ ആകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഹാവ് ഡിസൈഡഡ് ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് ഇൻ മൈ ലൈഫ്. ഐ ഹാവ് ഡിസൈഡഡ് ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് ഇൻ മൈ ലൈഫ്. ടേൺ എ ബ്ലൈൻഡ് ഐ ടു. ഇഗ്നോർ. ടേൺ എ ബ്ലൈൻഡ് ഐ ടു. ഇഗ്നോർ. ഇഗ്നോർ എന്ന് വെച്ചാൽ അവഗണിക്കുക. ചില സമയത്ത് പറയും, അവൻ പബ്ബിൽ കുടിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ അതിലേക്ക് ഞാൻ കണ്ണെടുത്തു, ഞാൻ നോക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം ഞാനത് കണ്ടില്ല എന്ന് നടിച്ചു. ഐ saw him drinking at the pub and turn a blind eye to it. ഞാനത് കണ്ടില്ല എന്ന്, ഞാനത് അവഗണിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ടേൺ എ ബ്ലൈൻഡ് ഐ ടു. ഇഗ്നോർ. അവഗണിക്കുക. സ്പീക്ക് ആൻഡ് സ്പാൻ. വെരി ക്ലീൻ ആൻഡ് ടൈഡി. വളരെ വൃത്തിയും വെടുപ്പും. എന്റെ പുതിയ സെർവന്റ് എന്റെ വീട് വളരെ വൃത്തിയും വെടുപ്പുമായി സൂക്ഷിക്കുന്നു. ചിലവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഈ പുതിയ സെർവന്റ് നല്ല കേട്ടോ, അവരെന്റെ വീടൊക്കെ നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. മൈ ന്യൂ സെർവന്റ് കീപ്സ് മൈ ഹൗസ് സ്പിക്ക് ആൻഡ് സ്പാൻ. മൈ ന്യൂ സെർവന്റ് കീപ്സ് മൈ ഹൗസ് സ്പിക്ക് ആൻഡ് സ്പാൻ. സോ ദ സീഡ്സ് ഓഫ്. എൻകറേജ്. പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ദേ ആർ സോയിങ് ദ സീഡ്സ് ഓഫ് അൺറെസ്റ്റ് എവ്രിവെയർ. അവർ എല്ലായിടത്തും അസ്വസ്ഥതയുടെ ഒരു വിത്ത് വിതയ്ക്കുന്നു
അല്ലെങ്കിൽ അതിനെ അവർ പ്രോത്സാഹനം കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവർ എല്ലായിടത്തും ദേ ആർ സോയിങ് ദ സീഡ്സ് ഓഫ് അൺറെസ്റ്റ് എവരിവെയർ. അവർ അതിനുവേണ്ടി ഒരു നെഗറ്റീവായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് നമുക്ക് പറയാവുന്നതാണ്. സ്ലീപ്പ് ലൈക്ക് എ ലോഗ്, സ്ലീപ്പ് വെരി ഡീപ്ലി, വളരെ ആഴത്തിൽ ഉറങ്ങുക. ഇഫ് യു സ്ലീപ്പ് ലൈക്ക് എ ലോഗ് യു യുവർ സെൽഫ് വിൽ ബി സ്റ്റോളൻ. നമ്മൾ പറയും നിന്നെ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയാലും അറിയത്തില്ല ഇങ്ങനെ ഉറങ്ങിയാൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇഫ് യു സ്ലീപ്പ് ലൈക്ക് എ ലോഗ് യുവർ സെൽഫ് വിൽ ബി സ്റ്റോളൻ. Sit on the fence. Take a stand which cannot be distinguished. അങ്ങും ഇങ്ങും തൊടാതെ നിൽക്കുക. ചിലവർ വർത്താനം പറയുമ്പോൾ അങ്ങനെയുണ്ട്, ഇവിടെയും ഇല്ല അവിടെ ഇല്ല എന്ന രീതിയിൽ പറയും. അപ്പം ആരുടെ പക്ഷത്താണെന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കുക. ഒന്നെങ്കിൽ നീ എന്റെ പക്ഷത്ത് നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ പക്ഷത്ത് നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യു കനോട്ട് സിറ്റ് ഓൺ ദ ഫെൻസ് എനി ലോങ്ങർ. യു ഹാവ് ടു ഡിസൈഡ് ഹൂസ് സൈഡ് യു ആർ ഓൺ നമുക്ക് പറയാം. അപ്പൊ സിറ്റ് ഓൺ ദ ഫെൻസ്, അവിടെ എവിടെയും തൊടാതെ നിൽക്കാന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. ടൈം ഈസ് റൈപ്പ്, സ്യൂട്ടബിൾ ടൈം, പറ്റിയ സമയമാവുക. ടൈം ഈസ് റൈപ്പ് ടു ടെൽ ദ ട്രൂത്ത് ടു ഹിം, അവനോട് സത്യം പറയാനുള്ള സമയമായി, ഇത് നല്ല പറ്റിയ സമയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അവരോട് പറയാനുണ്ടെങ്കിൽ, ഇപ്പം പാരന്റ്സ് ആണെങ്കിലും ഇത് നല്ല പറ്റിയ സമയമാണ് അവനോട് പറയാൻ. ടൈം ഈസ് റൈറ്റ് ടു അഡ്വൈസ് ഹിം എന്ന് നമുക്ക് പറയാം. ഇത് നല്ല പറ്റിയ സമയമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ത്രൂ തിക്ക് ആൻഡ് തിൻ, ഇൻ എനി സിറ്റുവേഷൻ, ഏത് സാഹചര്യത്തിലും. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ മനസാന്നിധ്യം നമ്മൾ ഏത് സാഹചര്യത്തിലും നിലനിർത്തണം. അത് ചിലപ്പം നമുക്ക് പറ്റാത്ത സാഹചര്യമായിരിക്കാം, പക്ഷെ എന്നാലും നമ്മുടെ മനസാന്നിധ്യം കൈവിടാതെ നമ്മൾ നിലനിർത്തണം. മാൻസ് ഗ്രേറ്റസ്റ്റ് അസറ്റ് ഈസ് ടു കീപ് അപ്പ് ദ പ്രസൻസ് ഓഫ് മൈൻഡ് ത്രൂ തിക്ക് ആൻഡ് തിൻ. ഏത് സാഹചര്യത്തിലും ത്രൂ തിക്ക് ആൻഡ് തിൻ. ഷോട്ട് ഇൻ ദ ഡാർക്ക്, സംതിങ് ഈസ് ഡൺ വിതൗട്ട് എനി ഹോപ്പ്. ഒരു പ്രതീക്ഷയുമില്ലാതെ ചെയ്തു. ചില സമയത്ത് നമ്മൾ പറയും എനിക്കത് പ്രതീക്ഷയില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടില്ലായിരിക്കും, അങ്ങനെ പറയാണ്ട്. ഈ സമയത്ത് പരീക്ഷ ഞാനൊരു എന്താ പറയുക പൊട്ടക്കണ്ണം മാവേറിഞ്ഞ പോലെ എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തതാണ് എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ഉത്തരങ്ങളൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു. ഐ നോ ദിസ് എക്സാം ഈസ് എ ഷോട്ട് ഇൻ ദ ഡാർക്ക്. വിത്തൗട്ട് എ ഷാഡോ ഓഫ് എ ഡൗട്ട്, വിത്തൗട്ട് ദ സ്മോളസ്റ്റ് ഡൗട്ട്, ഒരു ചെറിയ സംശയം പോലും ഇല്ലാതെ. അവൻ പരീക്ഷയിൽ വിജയിക്കുമെന്ന സംശയത്തിന്റെ ഒരു നിഴലില്ലാതെ അതായത് സംശയത്തിന്റെ ഒരു നിഴല് പോലും എനിക്കില്ല. അവൻ പരീക്ഷയിൽ വിജയിക്കുമെന്ന് സംശയത്തിന്റെ ഒരു നിഴല് പോലും എനിക്കില്ല, ഒരു ചെറിയ സംശയം പോലും ഇല്ല എനിക്ക്. വിത്തൗട്ട് എ ഷാഡോ ഓഫ് ഡൗട്ട് ഐ ട്രസ്റ്റ് ഹി വിൽ പാസ് ദ എക്സാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതിന്, അതായത് അവിടെ ഒരു ഡൗട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ വിത്തൗട്ട് എ ഷാഡോ ഓഫ് ഡൗട്ട്. വിത്തൗട്ട് എ ഡൗട്ട് എന്ന് നമുക്ക് പറയാം, പക്ഷെ അത് ഇച്ചിരി കൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പറയുമ്പം വിത്തൗട്ട് എ ഷാഡോ ഓഫ് ഡൗട്ട്. സ്റ്റിക്ക് അറൗണ്ട്, നോട്ട് ടു ഗോ എവേ, ചുറ്റിപ്പറ്റി നിൽക്കുക. ഹി stuck around in front of his girlfriend's house to meet her. അയാൾ ചുറ്റിപ്പറ്റി നിന്ന് എവിടെയാ? അയാളുടെ ഗേൾഫ്രണ്ടിന്റെ വീടിന് മുന്നിൽ. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ചുറ്റിപ്പറ്റി നിൽക്കുക. അവിടെ തന്നെയായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനെ നമ്മൾ സ്റ്റിക്ക് അറൗണ്ട് എന്ന് പറയാം. നോട്ട് ടു ഗോ എവേ, ചുറ്റിപ്പറ്റി നിൽക്കുക. സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട്, പ്ലേസ് വിച്ച് വൺ ലൈക്സ് ടു വിസിറ്റ് റിപ്പീറ്റഡ്ലി സെവറൽ ടൈംസ്. ഒരാൾ ആവർത്തിച്ച് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ചില പ്ലേസ് ഉണ്ട് അല്ലെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും, അത് നമ്മൾ ഇനിയും കാണുമെന്ന് നമുക്ക് തോന്നും. ഊട്ടി ഹാസ് ബീൻ മൈ സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട് ഫോർ എ ലോങ് ടൈം. എനിക്ക് ഊട്ടിയാണ് ആവർത്തിച്ച്, അതായത് എനിക്ക് കൂടുതൽ പ്രാവശ്യം കാണണമെന്ന് ആഗ്രഹമുള്ള സ്ഥലം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആവർത്തിച്ച് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഊട്ടി ഹാസ് ബീൻ മൈ സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട് ഫോർ എ ലോങ് ടൈം. Screw up one's courage, to take courage to do something. എന്തെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടാൻ. Screw up one's courage. I screwed up my courage to appear for the IAS examination. IAS examination എഴുതാനുള്ള ധൈര്യം ഞാൻ സംഭരിച്ചു.
I screwed up my courage to appear for the IAS examination. As the saying goes, as the proverb goes, പഴഞ്ചൊല്ല് പോലെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ? ഒരു പഴഞ്ചൊല്ല് പറയുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പറയാം, ആ പഴഞ്ചൊല്ല് പോലെ എന്ന് നമ്മൾ പറയണ്ട. ആസ് ദ സേയിങ് ഗോസ്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അപ്പം അത് സേയിങ് ഗോസ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ല് പോലെ. ആസ് ദ പ്രോവർബ് ഗോസ്. റൂട്ട് ആൻഡ് ബ്രാഞ്ച്, കംപ്ലീറ്റ്ലി, പൂർണ്ണമായും. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചെക്കിംഗ് നടത്തുന്നു വെച്ചാൽ ഒരാളിപ്പോൾ വിഷം കഴിച്ച് മരിച്ചു, അപ്പോൾ അയാളുടെ ഭക്ഷണത്തിന്റെ അതായത് ഏത് രീതിയിലാണ് അയാൾക്ക് വിഷം അടിച്ചത് എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ദ ഫുഡ് വാസ് അനലൈസ്ഡ് റൂട്ട് ആൻഡ് ബ്രാഞ്ച്. അത്രയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ആൻഡ് ഫൗണ്ട് ടു കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട്സ് ഓഫ് പോയിസൺ, അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. കുറച്ച് അതായത് ഭക്ഷണത്തിലെല്ലാം നന്നായിട്ട് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്തപ്പോൾ ചെറിയ അളവിൽ വിഷം അടങ്ങിയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റൂട്ട് ആൻഡ് ബ്രാഞ്ച് യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് റൂട്ട് ആൻഡ് ബ്രാഞ്ച് എന്നുള്ള ശൈലി യൂസ് ചെയ്യാവുന്നതാണ്. റോൾ ഔട്ട് ദ റെഡ് കാർപ്പറ്റ്, ഗിവ് ഹോൾ ഹേർട്ടഡ് വെൽക്കം. പൂർണ്ണ ഹൃദയത്തോട് സ്വാഗതം ചെയ്യുക. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയി, നമുക്കിപ്പം റിലേറ്റീവ്സ് ഉണ്ട്, ഒത്തിരി സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സപ്പോസ് മാരേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി വീടുകളിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അല്ലേ, അതായത് നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്. അപ്പം അത് അവരെ വളരെയധികം ആവേശകരമാക്കി. അതായത് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അവർ ഞങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തു. നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് അമ്മയടുത്ത് പറയും, ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ്, ദേ റോൾഡ് ഔട്ട് ദ റെഡ് കാർപ്പറ്റ് ഫോർ us everywhere we went. ഞങ്ങൾ പോയിടത്തെല്ലാം അവരെ ഞങ്ങളെ നല്ല പൂർണ്ണ ഹൃദയത്തോട് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തു. ഇപ്പൊ റോൾ ഔട്ട് ദ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഗിവ് ഹോൾ ഹേർട്ടഡ് വെൽക്കം, പൂർണ്ണ ഹൃദയത്തോട് സ്വാഗതം ചെയ്യുക. പുട്ട് ദ റെക്കോർഡ് സ്ട്രേറ്റ്, ടു ടെൽ ദ ട്രൂത്ത്, സത്യം പറയാൻ. ദ ബോസ് ആസ്ക്ഡ് ഹിം ടു പുട്ട് ദ റെക്കോർഡ് സ്ട്രേറ്റ്, സത്യം പറയാനായിട്ട് ബോസ് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ പാരന്റ്സ് ആവശ്യപ്പെട്ടു, എന്തെങ്കിലും പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ. അപ്പൊ നമുക്ക് ആ പുട്ട് ദ റെക്കോർഡ് സ്ട്രേറ്റ് എന്നുള്ളതിന് യൂസ് ചെയ്യാം. ടു ടെൽ ദ ട്രൂത്തിന് പകരം നമുക്ക് ഈ ശൈലി യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പുട്ട് വൺസ് ഫുട്ട് ഡൗൺ, ടു റെഫ്യൂസ് വെരി ഫേംലി ടു ഡു ഓർ അക്സെപ്റ്റ് സംതിങ്. ബി ഫേം, അത് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉറച്ചു നിൽക്കുക, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ മക്കളോട് പറയും ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് എന്റെ ഉറച്ചു തന്നെ, നീ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മസ്റ്റാണ്. യു മസ്റ്റ് പുട്ട് യുവർ ഫുഡ് ഡൗൺ ആൻഡ് ടെൽ യുവർ സൺ നോട്ട് ടു കട്ട് ദ ക്ലാസ്സസ്. നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതിനൊരു മാറ്റവും ഇല്ല, അതിനൊരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. സ്നേക്ക് ഇൻ ദ ഗ്രാസ്, ഹിഡൻ ഡേഞ്ചർ, മറഞ്ഞിരിക്കുന്ന അപകടം. ഇപ്പൊ ഈ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നുള്ളത് ഓക്കെ, ഇതൊരു ഇഡിയമാണ്. പക്ഷെ ചില സമയത്ത് അത് നമുക്ക് വെർബായിട്ട് വരാം അല്ലെ, അതായത് ഒരു കാര്യം സംഭവിക്കുന്നതായിട്ടും പറയാം. സ്നേക്ക് ഗ്രാസിന് ഇടയ്ക്ക് കാണാവുന്നതാണ്. അത് എപ്പോഴും ഒരു ഇഡിയമായിട്ട് വെച്ചിട്ടില്ല, പക്ഷെ സന്ദർഭത്തിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാനും പറ്റും. ഇത് ഒരു ശൈലിയാണോ അതല്ല ആക്ച്വലി അവിടെ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഈ സന്ദർഭം അനുസരിച്ച് നമുക്ക് നോക്കാം. എന്താ, ബിവെയർ ഓഫ് ഹിം ത്രൂ ദ സ്മൈൽസ് with an angel's face, he's a snake in the grass. അവനെ കരുതിയിരിക്കുക, മാലാഖയുടെ മുഖത്തോടെയാണ് അവൻ പുഞ്ചിരിക്കുമെങ്കിലും പക്ഷെ അവൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നല്ലവനായി ചമയുന്ന ഒരു ദുഷ്ടനാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര ഡേഞ്ചറസ് വ്യക്തിയാണ്, അപകടകാരിയായ ഒരു വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സ്നേക്ക് ഇൻ ദ ഗ്രാസ്, ഹിഡൻ ഡേഞ്ചർ, മറഞ്ഞിരിക്കുന്ന അപകടം. So subject, something which one doesn't want to hear. ഒരാൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്ന്. ചിലവരിങ്ങനെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഞങ്ങൾ പറയും, ഓ നിന്റെ ഈ ദാരിദ്ര്യം കേട്ട് കേട്ട് ഞാൻ മടുത്ത്, ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്, ഇതങ്ങ് നിർത്തിയേരാ എന്ന് പറയാം. ഐ എം ഫെഡ് അപ്പ് വിത്ത് യുവർ സ്റ്റോറീസ് ഓഫ് പോവർട്ടി. ഇറ്റ് ഈസ് എ സോർ സബ്ജക്ട് ഫോർ മീ. അതിന്റെ ഇതത്തെ എന്താ, എനിക്കിത് കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കാര്യമാണ്.
with flying colors. In an excellent way. ഒരു മഹത്തായ രീതിയിൽ. He passed his SSLC exam with flying colors. SSLC എക്സാമിന് അവനൊരു നല്ല ഒരു മഹത്തായ രീതിയിൽ അവന് പാസ്സാകാൻ പറ്റി. ഒരു നല്ല വിജയം, എക്സലന്റ് ആയിട്ടുള്ള ഒരു വിജയം ഉണ്ടായിട്ടുണ്ട്. അതാണ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. He passed his SSLC exam with flying colors. Whistle in the dark. Try or pretend to be brave. ധൈര്യം ഭാവിച്ചു നിൽക്കുക. I tried to whistle in the dark when I traveled in the airways first time. ഞാൻ ആദ്യമായി പ്ലെയിനിൽ യാത്ര ചെയ്തപ്പോൾ ധൈര്യം ഭാവിച്ചിരുന്നു. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അല്ലേ, ഇങ്ങനെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വയറ്റിൽ കൂടെയൊക്കെ എന്തോ വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ധൈര്യം സംഭരിച്ചു നിന്നു, ഭാവിച്ചു നിന്നു. അവിടെ ഞാൻ ശരിക്കും എനിക്ക് ധൈര്യമില്ല, പക്ഷെ ഞാൻ ധൈര്യം ഭാവിച്ചു നിന്നു. വിസിൽ ഇൻ ദ ഡാർക്ക്. സ്കിൻ ആൻഡ് ബോൺസ്. വെരി തിൻ, വളരെ മെലിഞ്ഞ. ചില അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാറുണ്ട് നമ്മൾ, അവൻ എല്ലും തോലുമായി എന്ന് പറയുന്നത്, എല്ലും തൊലിയുമായി എന്ന് നമ്മൾ പറയാറുണ്ട്. ഹി വാസ് സ്കിൻ ആൻഡ് ബോൺസ് ആഫ്റ്റർ ദ ടൈഫോയിഡ് അറ്റാക്ക്. വളരെ മെലിഞ്ഞ, സ്കിൻ ആൻഡ് ബോൺസ്. സ്കെൽട്ടൺ ഇൻ ദ കബോർഡ്. വെരി ബാഡ് തിങ്സ് ബീയിങ് ഹിഡൻ. വളരെ മോശമായ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിയിൽ മോശമായ കാര്യങ്ങൾ, ഒരാളുടെ പ്രവൃത്തിയിൽ മോശമായ കാര്യങ്ങൾ മറഞ്ഞിരിക്കുക. ഹി ഡിഡ്ന്റ് ബിലീവ് മീ when I said that I didn't have any skeletons in my cupboard. മീൻസ് സ്കെൽട്ടൻ, അലമാരിയിൽ മോശമായ ഇതുണ്ട് എന്നുള്ളതല്ല ചില സമയത്ത് ഉദ്ദേശിക്കുന്നത്. ചില സമയത്തൊന്നല്ല, അങ്ങനെ സ്കെൽട്ടൻ ഇൻ ദ കബോർഡ് ഉണ്ടാകാം അല്ലെ, ഫിസിക്കലി. പക്ഷെ ഇവിടുത്തെ ഈ ശൈലിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അയാളിൽ ഒരു മോശമായ കാര്യങ്ങൾ ഇല്ല, അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിൽ മോശമായ കാര്യങ്ങളില്ല, ഞാനൊരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല, എന്റെ മോശമായ കാര്യങ്ങൾ എന്നിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ സ്കെൽട്ടൻ ഇൻ ദ കബോർഡ് യൂസ് ചെയ്യുന്നത്. ഷോൾഡർ ടു ഷോൾഡർ. യുണൈറ്റഡ്, ഐക്യപ്പെട്ട്. ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് അവർ നേഷൻ വി ഹാവ് ടു വർക്ക് ഷോൾഡർ ടു ഷോൾഡർ. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് നമ്മൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണം. സെപ്പറേറ്റ് ദ ഷീപ്പ് ഫ്രം ദ ഗോഡ്സ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കുക. മൈ ബിഗ്ഗസ്റ്റ് സക്സസ് ഇൻ മൈ ലൈഫ് ഈസ് ദാറ്റ് ഐ ക്യാൻ ഓൾവേസ് സെപ്പറേറ്റ് ദ ഷീപ്പ് ഫ്രം ദ ഗോഡ്സ്. എന്റെ ജീവിതത്തിൽ എന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ അതാണ്. അതായത് എനിക്ക് നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മൈ ബിഗ്ഗസ്റ്റ് സക്സസ് ഇൻ മൈ ലൈഫ് ഈസ് ദാറ്റ് ഐ ക്യാൻ ഓൾവേസ് സെപ്പറേറ്റ് ദ ഷീപ്പ് ഫ്രം ദ ഗോഡ്സ്. സോൾട്ട് ഓഫ് ദ എർത്ത്. വെരി ഗുഡ് പേഴ്സൺ, വളരെ നല്ല വ്യക്തി. അതിന് നമുക്ക് സോൾട്ട് ഓഫ് ദ എർത്ത് എന്ന് പറയാം. യു ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി. അപ്പൊ എന്ത് നല്ല ഒരു ശൈലിയാണത്, സോൾട്ട് ഓഫ് ദ എർത്ത്. യു ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. നോ ചിക്കൻ, നോട്ട് സോ യങ്. അത്ര ചെറുപ്പമല്ല. യു ആർ നോ ചിക്കൻ ടു കമ്പൽ മീ ടു ബൈ ഐസ്ക്രീം ഫോർ യു. ഐസ്ക്രീം, നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങാൻ എന്നെ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് ഉള്ള പ്രായമല്ല നിങ്ങൾക്ക് എന്ന് നമുക്ക് പറയത്തില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ മിഠായി കഴിക്കാനുള്ള പ്രായമാണോ ഇത് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? അതായത് ചെറുപ്പമല്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണിത്. ടോ ദ ലൈൻ. ഫോളോ ദ ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ഓർ റൂൾസ് സ്ട്രിക്ട്ലി. ടോ ദ ലൈൻ. തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുക. ദ പാർട്ടി സാക്ക് ഹിം ഫോർ നോട്ട് ടോയിങ് ദ ലൈൻ. നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി. ദ പാർട്ടി സാക്ക് ഹിം ഫോർ നോട്ട് ടോയിങ് ദ ലൈൻ. ടോ ദ ലൈൻ. ഫോളോ ദ ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ഓർ റൂൾസ് സ്ട്രിക്ട്ലി. തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുക. സ്റ്റേക്ക് എ ക്ലെയിം. മേക്ക് എ ക്ലെയിം. അവകാശപ്പെടുക. Don't stake a claim to the land simply because you are living there.
നിങ്ങൾ അവിടെ താമസിക്കുന്നത് കൊണ്ട് മാത്രം ഭൂമിയുടെ അവകാശം ഉന്നയിക്കാൻ പറ്റുമോ? ടെനന്റ് ആണ്, ഞാൻ ഒത്തിരി കൊല്ലമായി ഇവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. ഡോണ്ട് ടേക്ക് എ ക്ലെയിം ടു the land simply because you are living there. Hold your tongue to keep silent even when you want to speak. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും നിശബ്ദത പാലിക്കണം. അതിനെ ഹോൾഡ് യുവർ ടങ് എന്ന് പറയും. ഐ ഹാവ് ടു ഹോൾഡ് മൈ ടങ് ടു കീപ് ദ പീസ് അറ്റ് അവർ ഫാമിലി ഗാദറിംഗ്. ചില സമയത്ത് നമ്മളെ കുടുംബത്തില് കുടുംബസംഗമം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ അതിന്റെ സമാധാനം നില ചില ട്രൂത്ത് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ നമ്മളത് പറയത്തില്ല. നമ്മുടെ നാവിന് നമ്മൾ കടിഞ്ഞാണിടുക എന്ന് പറയും അല്ലെ. നമ്മൾ നിശബ്ദത പാലിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ഹോൾഡ് യുവർ ടങ് എന്നുള്ള ശൈലി യൂസ് ചെയ്യുന്നത്. സ്പിൽ ദ ബീൻസ്. റിവീൽ ദ ട്രൂത്ത് അബൌട്ട് സംതിങ് സീക്രട്ട് ഓർ പ്രൈവറ്റ്. ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ. ഡോണ്ട് ടെൽ ഹർ എനിത്തിങ് കോൺഫിഡൻഷ്യൽ ബിക്കോസ് ഷീ ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോട്ട് സ്പില്ലിംഗ് ദ ബീൻസ്. അവളോട് രഹസ്യം ഒന്നും പറയരുത്, കാരണം അവക്ക് ഇത് ഒന്നും സീക്രട്ടായിട്ട് വെക്കാനുള്ള കഴിവില്ല. നോട്ട് കേപ്പബിൾ, ഇൻകേപ്പബിൾ ഓഫ് നോട്ട് സ്പില്ലിംഗ് ദ ബീൻസ്. To call to mind, to remember, ഓർമ്മിക്കാൻ. I have tried but I couldn't call his name to mind. ഞാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് അവന്റെ പേര് ഓർക്കാൻ കഴിഞ്ഞില്ല. I have tried but I couldn't call his name to mind. Behind closed doors, in secretly, രഹസ്യമായി. കുട്ടികൾക്ക് ഇത്രയേറെ രഹസ്യമായി എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? നമ്മൾ പലപ്പോഴും പിള്ളേർ ഇങ്ങനെ കൂട്ടത്തോട് നിൽക്കുമ്പോൾ പറയും, കുറേ നേരമായി കുശുകുശാന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ കുട്ടികൾക്ക് ഇത്രയേറെ രഹസ്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്? വട്ട് ഈസ് ദെയർ സോ മച്ച് ഫോർ ചിൽഡ്രൻ ടു ഡിസ്കസ് ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ്? വട്ട് ഈസ് ദെയർ സോ മച്ച് ഫോർ ചിൽഡ്രൻ ടു ഡിസ്കസ് ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ്? അപ്പം ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ്, ഇൻ സീക്രട്ട്ലി, രഹസ്യമായി. ടോപ്പ് ഓഫ് ദ ലാഡർ, ഹയസ്റ്റ് പൊസിഷൻ, ഉന്നത സ്ഥാനം. ടോപ്പ് ഓഫ് ദ ലാഡർ. He reached the top of the ladder in his office by dint of hard work. കഠിനാധ്വാനത്താൽ ഓഫീസിൽ അവന് ഉന്നത സ്ഥാനത്തിലെത്താൻ കഴിഞ്ഞു. ടോപ്പ് ഓഫ് ദ ലാഡർ, ഹയസ്റ്റ് പൊസിഷൻ, ഉന്നത സ്ഥാനം. tit for tat, give back the harm given. ഉരുളയ്ക്കുപ്പേരി, ചുട്ട മറുപടി പറയുക. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഞാൻ ചുട്ട മറുപടി കൊടുത്തു. ഇപ്പം ഐ നോട്ടീസ്ഡ് ഷീ ഡിഡ്ന്റ് സെൻഡ് മീ എ കാർഡ്. ഐ തിങ്ക് ഇറ്റ് വാസ് എ ടിറ്റ് ഫോർ ടാറ്റ് ബിക്കോസ് ഐ ഫോർഗോട്ട് ഹെർ ബർത്ത്ഡേ ലാസ്റ്റ് ഇയർ. അവൾ എനിക്ക് ഒരു കാർഡ് അയച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷം അവളുടെ ജന്മദിനം ഞാൻ മറന്നതിനാൽ ഇത് വളരെ അവള് വേണമെന്ന് പറഞ്ഞ് തന്നെ ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നു. ടിറ്റ് ഫോർ ടാറ്റ്, ഗിവ് ബാക്ക് ദ ഹാം ഗിവൺ. ഉരുളയ്ക്കുപ്പേരി, ചുട്ട മറുപടി പറയുക. സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത്. സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത്, ഫ്രം ദ വെരി കൺസേൺ മാൻ, വളരെ ബന്ധപ്പെട്ട മനുഷ്യനിൽ നിന്ന്. ദ ഇൻഫർമേഷൻ ദാറ്റ് യു ഗെറ്റ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് വിൽ നോട്ട് ബി റോങ് ഇൻ ദ യൂഷ്വൽ കോഴ്സ്. നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ സാധാരണഗതിയിൽ തെറ്റാറില്ല എന്ന് നമ്മൾ പറയും അല്ലേ. മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ നേരിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ എപ്പോഴും അത് സത്യമായിരിക്കും. അപ്പൊ അതിന് നമ്മൾ സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്ന് വെച്ചാൽ നേരിട്ടുള്ള വ്യക്തി, അതായത് വളരെ ബന്ധപ്പെട്ട മനുഷ്യനിൽ നിന്ന്. From the very concerned person. Regular as clockwork, very regular, കൃത്യസമയത്ത്. I can appoint you as a clerk, but be regular as clockwork. എനിക്ക് നിങ്ങളെ ക്ലർക്കായിട്ട് നിയമിക്കാം, എന്നാൽ കൃത്യസമയത്ത് ജോലി തീർക്കണം. നിങ്ങൾ റെഗുലർ, അതായത് കൃത്യമായിരിക്കും, നിങ്ങളുടെ വർക്ക് നല്ല കൃത്യനിഷ്ഠയോടുകൂടി ആയിരിക്കണം. റെഗുലർ ആസ് clockwork. In black and white, in writing, രേഖാമൂലം. This is good to have the agreement in black and white. ഉടമ്പടി രേഖാമൂലം ഉള്ളതാണ് നല്ലത്. This is good to have the agreement in black and white. രേഖാമൂലം.
in black and white. The apple of one's eye, extremely precious. ഒരാളുടെ കണ്ണിലെ കൃഷ്ണമണി, അങ്ങേറ്റവും വിലപ്പെട്ട എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഹിസ് ഡോട്ടർ ഈസ് ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ. അവന്റെ മകൾ അവന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. ഹിസ് ഡോട്ടർ ഈസ് ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ. ടൈംസ് വിതൗട്ട് നമ്പർ, ടു മെനി ടൈംസ്, എത്രയോ പ്രാവശ്യം. ടൈംസ് വിതൗട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ടു മെനി ടൈംസ്, എത്രയോ പ്രാവശ്യം. ഐ വെന്റ് ദെയർ ടൈംസ് വിതൗട്ട് നമ്പർ, ഞാൻ പല തവണ അവിടെ പോയി. ഐ വെന്റ് ദെയർ ടൈംസ് വിതൗട്ട് നമ്പർ. ടൈം ഓഫ് വൺസ് ലൈഫ്, വെരി ഹാപ്പി ടൈം, ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. എവരി വൺ വിൽ ബി ഹാവിംഗ് ദ ടൈം ഓഫ് ദെയർ ലൈഫ് എക്സെപ്റ്റ് മീ. മറ്റുള്ളവർക്കൊഴികെ, എനിക്കൊഴികെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണും ഒരു നല്ല സമയം, എനിക്ക് ആ ഒരു സമയമില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലും ഒരു നല്ല സമയം, പക്ഷെ എനിക്കാണെങ്കിൽ അതില്ല എന്ന് ചില സമയത്തൊക്കെ നമ്മൾ സങ്കടപ്പെട്ട് പറയാറുണ്ട്. അപ്പൊ അതിനാണ് എവരി വൺ വിൽ ബി ഹാവിംഗ് ദ ടൈം ഓഫ് ദെയർ ലൈഫ് എക്സെപ്റ്റ് മീ. അല്ലെങ്കിൽ ഇത്രയും കൊണ്ട് നമുക്ക് പറയാം, എവരി വൺ വിൽ ബി ഹാവിംഗ് ദ ടൈം ഓഫ് ദെയർ ലൈഫ്, എല്ലാവർക്കും കാണും ഒരു നല്ല സമയം എന്ന് നമ്മൾ അത്രയും പറഞ്ഞും പറയാം. എനിക്ക് മാത്രമില്ല എന്നുള്ളത് അതൊരു സന്ദർഭം അനുസരിച്ച് ആഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. To the brim, if something, especially a container, is filled to the brim or full to the brim with something, it's filled right up to the top. അതായത് അത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവൻ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു. ഹി ഫിൽ ദ ഗ്ലാസ് ടു ദ ബ്രിം. അതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം, വെള്ളം നിറഞ്ഞു എന്നുള്ള രീതിയിലല്ല. ഇപ്പൊ നമ്മുടെ ഡെയിലി ഇപ്പൊ നമുക്ക് പറയാം, ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇനി വേറൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, ഒത്തിരി മീറ്റിംഗ് ഉണ്ട്, എൻ്റെ ഷെഡ്യൂളൊക്കെ ഫുൾ ഫില്ലായിരിക്കുകയാണ്, ഞാൻ പാക്ഡ് ആണ് എന്ന് പറയാം, ഫുള്ളി പാക്ഡ് ആണെന്നൊക്കെ പറയാറില്ലേ. ദീസ് ഡേയ്സ് ഐ ഹാവ് ഗോട്ട് സോ മെനി മീറ്റിംഗ്സ് ടു അറ്റൻഡ് ദാറ്റ് മൈ ഷെഡ്യൂൾ ഈസ് ഫിൽഡ് ടു ദ ബ്രിം. These days I have got so many meetings to attend that my schedule is filled to the brim. To the brim. To bear in mind, to remember, ഓർക്കാൻ, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണിക്കുക, കൺസിഡർ സംതിങ്, അങ്ങനെയൊക്കെ നമുക്ക് ടു ബെയർ ഇൻ മൈൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. യു ഷുഡ് ഓൾസോ ബെയർ ഇൻ മൈൻഡ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ അധിക ചെലവുകൾ നിങ്ങൾ ഓർക്കണം, അതും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കിങ്ങനെ പറയാവുന്നതാണ്. ടു ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്, ടു ക്രൈ ഓവർ സംതിങ് യു കനോട്ട് ഗെറ്റ് ബാക്ക്, നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്തതിനെ കുറിച്ച് കരയുക. ഇറ്റ് ഈസ് നൗ ടു ലേറ്റ് ടു ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. ഇപ്പോൾ വളരെ വൈകിയിരിക്കുന്നു, ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് പറയാവുന്നതാണ്. It is now too late to cry over spilled milk. Day in and day out happens regularly over a long period of time, every day, എല്ലാ ദിവസവും. അങ്ങനെയൊക്കെ നമുക്ക് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ ദ എക്സാം, യു ഹാവ് ടു സ്റ്റഡി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. പരീക്ഷയിൽ നല്ല മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ ദിവസവും പഠിക്കണം. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ സമയത്തും റെഗുലർ ആയിട്ട് പഠിക്കണം, അങ്ങനെ ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഹാപ്പൻസ് റെഗുലർലി. ഡോഗ് ടയർഡ്, വെരി ടയർഡ്, വളരെ ക്ഷീണിതൻ. ഐ എം ഡോഗ് ടയർഡ് ആഫ്റ്റർ വർക്കിംഗ് ദ ഹോൾ ഡേ. ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് ഞാൻ വളരെയധികം ക്ഷീണിതനായിരിക്കുകയാണ് എന്നുള്ളതിന് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഐ എം ഡോഗ് ടയർഡ് ആഫ്റ്റർ വർക്കിംഗ് ദ ഹോൾ ഡേ. ഓൺ ദ ഡോട്ട്, എക്സാക്ട് ടൈം, കൃത്യമായ സമയം. ഇഫ് യു ഡോണ്ട് ലീവ് ദ ഹൗസ് അറ്റ് 6 o'clock ഓൺ ദ ഡോട്ട്, വി വിൽ മിസ് അവർ ഫ്ലൈറ്റ്. കൃത്യം 6 മണിക്ക് നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടില്ലെങ്കിൽ, വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടില്ലെങ്കിൽ നമ്മളുടെ ഫ്ലൈറ്റ് നമുക്ക് മിസ്സാകും. ഓൺ ദ ഡോട്ട്, എക്സാക്ട് ടൈം, കൃത്യസമയം. ബേൺ അപ്പ് ദ റോഡ്, ഡ്രൈവ് വെരി ഫാസ്റ്റ്, അതിവേഗത്തിൽ വണ്ടി ഓടിക്കുക. ഹി ബേൺഡ് അപ്പ് ദ റോഡ് ഓൺ ഹിസ് വേ ടു ദ എയർപോർട്ട് ടു സീ ഹിസ് ബ്രദർ.
അവന്റെ ബ്രദറിനെ കാണാൻ വേണ്ടി അവൻ എയർപോർട്ടിലുള്ള വഴിയിൽ വളരെയധികം ഇങ്ങനെ കത്തിച്ചു വിടുക എന്ന് പറയത്തില്ലേ, വണ്ടി അതിവേഗത്തിൽ ഓട്ടിച്ചു വിടുക. അപ്പൊ ആ കത്തിച്ചു വിടുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ബേൺ അപ്പ് ദ റോഡ് യൂസ് ചെയ്യുന്നത്. അതായത് അതിവേഗത്തിൽ വണ്ടി ഓട്ടിക്കുക, ഡ്രൈവ് വെരി ഫാസ്റ്റ്. bury the hatchet, put an end to an enmity, ശത്രുത അവസാനിപ്പിക്കുക. I will never bury the hatchet with you unless you return the money you have borrowed. നീ എന്നോട് കടം വാങ്ങിയ തുക തിരികെ തരുന്നത് വരെ നീയുമായി ശത്രുത ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ല. ഐ വിൽ നോട്ട്, ഇനി ഞാൻ അവസാനിപ്പിക്കത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് bury the hatchet എന്ന് വെച്ചാൽ ഇവിടെ ശത്രുത അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. call a halt, ask to stop, നിർത്താൻ ആവശ്യപ്പെടുക. her boss called a halt to the presentation. അവളുടെ ബോസ് അവതരണം നിർത്താൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ നിർത്താൻ ആവശ്യപ്പെട്ടു. ask to stop, call a halt. carry all before one, win everything, എല്ലാം നേടുക. don't think that you can carry all before you all the time. എല്ലാ കാലത്തും നിനക്ക് എല്ലാം നേടാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. don't think that you can carry all before you all the time. carry all before one, win everything, എല്ലാം നേടുക. night and day, all the time, എല്ലായ്പ്പോഴും. I have been studying night and day to get ready for this test. ഈ പരീക്ഷയ്ക്ക് തയ്യാറാകാൻ ഞാൻ രാവും പകലും പഠിച്ചു. അതായത് എല്ലാ സമയവും ഞാൻ പഠിച്ചു എന്നുള്ളതാണ് ഇവിടെ all the time, night and day. in the same boat, in the same difficult situation as someone else. അതായത് നമ്മളോട് പലരും ചിലപ്പം ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. പക്ഷെ നമ്മളും അതേ സാഹചര്യത്തിൽ തന്നെയായിരിക്കും, മറ്റൊരാളുടെ അതേ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മളും. ഷി ഓൾവേസ് കംപ്ലൈനിങ് ദാറ്റ് ഷി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി ബട്ട് വി ആർ ഓൾ ഇൻ ദ സെയിം ബോട്ട്. നമ്മളെല്ലാവരും അതേ ഒരു സാഹചര്യത്തിലാണ്, പക്ഷെ അവള് പറയുന്ന അവൾക്ക് ഇനഫ് മണിയില്ല, പണമില്ല എന്ന് അവൾ എപ്പോഴും പരാതിപ്പെടാറുണ്ട്. പക്ഷെ ഞങ്ങളും ആ ഒരു സെയിം സിറ്റുവേഷനിൽ തന്നെയാണ്, സെയിം ബോട്ട്. shut one's eye to, deliberately ignore, refuse to notice, മനഃപൂർവ്വം അവഗണിക്കുക, ശ്രദ്ധിക്കാൻ വിസമ്മതിക്കുക. I can't shut my eyes to your wrongs simply because you are my pet. നീ എൻ്റെ ഓമനയാണ് എന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നീ എൻ്റെ വളരെ അധികം പ്രിയപ്പെട്ട വ്യക്തിയാണ് എന്നതുകൊണ്ട് മാത്രം നിന്റെ തെറ്റുകൾ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിലും നീ പഠിക്കുന്നതൊക്കെയാ, പക്ഷെ നിന്റെ തെറ്റുകൾ എനിക്ക് അങ്ങനെ കണ്ടിട്ട് കണ്ണടയ്ക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഐ കനോട്ട് ഷട്ട് മൈ ഐസ് ടു യുവർ റോങ്സ് സിംപ്ലി ബിക്കോസ് യു ആർ മൈ പെറ്റ്. ഇൻ എ ഫ്ലാഷ്, വെരി സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ. ഹി നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ഹിറ്റ് ഹിം ഇൻ എ ഫ്ലാഷ്. ഒറ്റ കുതിപ്പിന് അവനെ ഞാൻ അടിച്ചു കളയുമെന്ന് അവനങ്ങ് വിചാരിച്ചില്ല. He never thought that I would hit him in a flash. വളരെ വേഗത്തിൽ, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കും എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ in a flash. With one accord, all together, എല്ലാം ഒരുമിച്ച്. The association is acting with one accord in this matter. അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഒരേ മനസ്സോട് പ്രവർത്തിക്കുന്നത്. With one accord, all together, എല്ലാം ഒരുമിച്ച്. What is up with, what is wrong, എന്താണ് തകരാറ്, എന്താണ് കുഴപ്പം എന്നൊക്കെ നമ്മൾ പറയില്ല. I am still in the dark as to what is up with you. നിനക്ക് എന്താണ് ഇപ്പോൾ നിന്റെ തകരാറ്, നിന്റെ കുഴപ്പം എന്താണ്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. I am still in the dark, എനിക്ക് പിടി കിട്ടുന്നില്ല. As to what is up with you. To keep the ball rolling, to maintain progress, പുരോഗതി നിലനിർത്തുക. It seems that our team win matches only to keep the ball rolling. ഇതുപോലെ കളിച്ചാൽ, ഇതുപോലെ തന്നെ നന്നായി കളിച്ചാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടീം വിജയിക്കുമെന്ന്. റോക്ക് ബോട്ടം,
at the lowest level, വളരെ അവശാവസ്ഥയിൽ, വളരെ വിഷമാവസ്ഥയിൽ. Financially, I have hit rock bottom. Please send me at least 1 lakh rupees forthwith. സാമ്പത്തികമായി ഞാൻ അടിമുടി തകർന്നിരിക്കുകയാണ്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ദയവായി എനിക്ക് 1,00,000 രൂപ ഉടനെ അയച്ചു തരിക. Skating on thin ice to take a big risk. ഒരു വലിയ റിസ്ക് എടുക്കാൻ. His firm is just on the thin ice of bankruptcy. അവന്റെ സ്ഥാപനം പാപ്പരത്വത്തിന്റെ വക്കിലാണ് എന്ന് നമ്മൾ പറയല്ലേ. അതായത് ഭയങ്കര റിസ്കിലാണ്. അത് എപ്പോൾ വേണമെങ്കിലും മുങ്ങിത്താഴുന്ന കപ്പലാണ് എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ. സ്കേറ്റിംഗ് ഓൺ തിൻ ഐസ്, അതായത് വളരെ റിസ്ക് ഉള്ള ഒരു സിറ്റുവേഷനിൽ ടു ടേക്ക് എ ബിഗ് റിസ്ക്, ഒരു വലിയ റിസ്ക് എടുക്കൽ. Post-haste. With all possible speed. സാധ്യമായ എല്ലാ വേഗത്തിലും. I need to get this application in the mail post-haste or else my work permit is going to expire. എനിക്ക് ഈ അപേക്ഷ എത്രയും പെട്ടെന്ന്, എത്രയും തിടുക്കത്തിൽ ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് പെർമിറ്റ് അത് എക്സ്പയർഡ് ആകും, അല്ലെങ്കിൽ കാലഹരണപ്പെടും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. With all possible speed. Other fish to fry. Better things to do. മെച്ചപ്പെട്ട മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. I can't play with you. I have other fish to fry. നീയുമായി കളിക്കാൻ എനിക്ക് ആവില്ല, കാരണം എനിക്ക് മെച്ചപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് വേറെ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യം ചെയ്യാനായിട്ട് ഉണ്ട്, ഒരു നല്ല കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ വേറൊരു ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുണ്ട്. Other fish to fry. Better things to do. Hue and cry. Much commotion. ഒരുപാട് ബഹളം. Why should you people raise such a hue and cry when you see a film actress in the mall? ഒരു ചലച്ചിത്ര നടിയെ കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ കൂകി വിളിക്കുന്നത് എന്ന് പറയും, അല്ലാതെ ഒരുപാട് ബഹളം വെക്കുന്നത്. അതിനെ നമ്മൾ hue and cry പറയും. Leave no stone unturned. To try everything. എല്ലാ വഴികളും ശ്രമിക്കുക. No stone will be left unturned in the investigation into the murder. കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒരു വഴിയും, അതായത് എല്ലാ വഴികളും നമ്മൾ നോക്കിയിരിക്കണം, ഒന്നും നമ്മൾ വിട്ടുകളയാൻ പാടില്ല എന്ന്. To try everything. Leave no stone unturned. Add fuel to the fire to make a bad situation worse. ഒരു മോശം സാഹചര്യം കൂടുതൽ വഷളാക്കാൻ അതിനെയാണ് നമ്മൾ ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. മലയാളത്തിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് എരിതിയിൽ എണ്ണ ഒഴിക്കുക എന്ന്. ഡോണ്ട് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ബൈ ലാഫിംഗ് അറ്റ് ഹിം. ഹി ഈസ് ഫ്യൂരിയസ് അബൌട്ട് വാട്ട് യു ഹാവ് ഓൾറെഡി ഡൺ. ഒന്നാമത് അവന് ദേഷ്യം പിടിപ്പിച്ചിരിക്കുക, ഇനി ഒന്നും കൂടെ അവന്റെ ദേഷ്യം കൂട്ടരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹാർഡ് നട്ട് ടു ക്രാക്ക്. സംതിങ് ഫോർ which it is difficult to find a situation. ഒരു പരിഹാരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും. The unemployment problem is continuing as a hard nut to crack. ശരിയല്ലേ? തൊഴിലില്ലായ്മ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പരിഹാരം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തുടരുകയാണ്. The unemployment problem is continuing as a hard nut to crack. Walk in the park. Something that is easy to accomplish. Walk in the park. ഓർമ്മിക്കാൻ നമുക്ക് എളുപ്പമാണല്ലേ. നമ്മളെപ്പോഴാണ് പാർക്കിലൊക്കെ നടക്കുന്നത്, നമ്മൾ ഫ്രീ ആയിട്ട്, നമ്മൾ തീരെ വളരെയധികം ഈസി ഫീൽ ചെയ്യുമ്പോഴാണ് അല്ലേ. സംതിങ് ദാറ്റ് ഈസ് ഈസി ടു അക്കംപ്ലിഷ്. വളരെ മൈൻഡ് ഫ്രീ ആയിട്ട് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒന്ന്. അങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആകുന്നത്. ഹൗ വാസ് യുവർ ടെസ്റ്റ് എന്ന് നമ്മളിപ്പോൾ ചോദിക്കുന്നു എന്ന് വെച്ചാലും, വാസ് ഇറ്റ് ഡിഫിക്കൽട്ട്? No, it was walk in the park because I studied really hard for it. അത് വളരെ ഈസി ആയിരുന്നു, വളരെയധികം എനിക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, എനിക്ക് നല്ല വിജയം ഉണ്ടാകും. ബിക്കോസ് ഐ സ്റ്റഡിഡ് റിയലി ഹാർഡ് ഫോർ ഇറ്റ്. ഇറ്റ് വാസ് എ വാക്ക് ഇൻ ദ പാർക്ക് because I studied really hard for it. Full of beans, full of energy and life. അതായത് വളരെ ഊർജ്ജസ്വലൻ. ഷീസ് ഫുൾ ഓഫ് ബീൻസ് ദിസ് മോർണിംഗ്. രാവിലെ അവള് വളരെയധികം ഊർജ്ജസ്വല ആയിരുന്നു, ഫുൾ ഓഫ് എനർജി ഉള്ള ആളായിരുന്നു.
full of beans എന്ന ശൈലി യൂസ് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. ക്രോക്കഡൈൽ ടിയേഴ്സ് സാധാരണ പറയാറുണ്ട് അല്ലെ, മുതലക്കണ്ണീര്, സങ്കടമായിട്ടുള്ളതായിട്ട് നടിക്കും നമ്മൾ. ഷീ ഷെഡ് ക്രോക്കഡൈൽ ടിയേഴ്സ് ഓവർ ഹിസ് ഡെത്ത്, അവന്റെ മരണത്തിൽ അവള് മുതലക്കണ്ണീരൊഴുക്കി. അപ്പം ക്രോക്കഡൈൽ ടിയേഴ്സ്, മുതലക്കണ്ണീർ. ലോട്ടസ് ഈറ്റർ, ഡേ ഡ്രീമർ, പകൽക്കിനാവിൽ മുഴുകുക. സമൺ ഹൂ ഹാസ് എ വെരി കംഫർട്ടബിൾ, അത് എങ്ങനെയായിരിക്കും, ലേസി ലൈഫ് ആൻഡ് ഡസ് നോട്ട് വറി അബൌട്ട് എനിത്തിങ്, വളരെ സുഖപ്രദമായ അല്ലെങ്കിൽ അലസമായ ജീവിതമുള്ള, ഒന്നിനെക്കുറിച്ചും വിഷമിക്കാത്ത ഒരാള്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ലോട്ടസ് ഈറ്റർ യൂസ് ചെയ്യുന്നത്. ഐ എം നോട്ട് എ ലോട്ടസ് ഈറ്റർ ലൈക്ക് യു, നിന്നെ പോലെ ഞാൻ പകൽക്കിനാവും കാണുന്ന ഒരാളല്ല. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലോട്ടസ് ഈറ്റർ, ഡേ ഡ്രീമർ, പകൽക്കിനാവിൽ മുഴുകുന്ന ആൾ. ടു മേക്ക് ബോത്ത് ends meet, struggle hard for day to day life or day to day living, അവന്റെ വരുമാനത്തിനുള്ളിൽ ജീവിക്കുക, അത് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറയില്ലേ. ഐ എം സ്ട്രഗ്ലിംഗ് ടു മേക്ക് ബോത്ത് ends meet. It is not easy to make ends meet with a big family, but somehow we manage. Pros and cons, good and bad, നല്ലതും മോശവുമായ വശങ്ങൾ. I am always thoroughly conscious of the pros and cons of what I do. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണദോഷങ്ങളെ കുറിച്ച് എനിക്ക് എപ്പോഴും നല്ല ബോധ്യമുണ്ട്. Pros and cons, good and bad, advantage and disadvantage, നല്ലതും മോശവും. By hook or by crook, by any means he can, ഏതു വിധേനയും അവന് കഴിയും. The car broke down, but I'll get there by hook or crook, ഏതു വിധേയും ഞാൻ അവിടെ എത്തിച്ചേരും. അതായത് the car broke down ആയിട്ടുണ്ട്, പക്ഷേ I'll get there by hook and crook, ഏതു വിധേനയും ഞാൻ അവിടെ എത്തുന്നതായിരിക്കും. In the nick of time, just at the right moment, ശരിയായ സമയത്ത്. The ambulance arrived in the nick of time, കൃത്യസമയത്ത് ആംബുലൻസ് എത്തി. In the nick of time, just at right moment, ശരിയായ സമയത്ത്. Hand and glove with, in close cooperation, വളരെ അടുപ്പമുള്ള. They are working hand and glove with your enemies, അവർ നിങ്ങളുടെ ശത്രുക്കളുമായി നല്ല കൈകോർത്ത് പ്രവർത്തിക്കുക, അവർ വളരെ അടുപ്പത്തിലാണ്. നമുക്കിങ്ങനെ പറയാം, ഹാൻഡ് ആൻഡ് ഗ്ലോവ് വിത്ത്, ഇൻ ക്ലോസ് കോപ്പറേഷൻ, വളരെ അടുപ്പമുള്ള. ഹാർഡ് ആൻഡ് ഫാസ്റ്റ്, വെരി സ്ട്രിക്റ്റ്, വളരെ കർശനമാണ്. There are no hard and fast rules for applying for the post. Only you have to be a graduate. അവിടെ വളരെ കർശനമായ നിയമമൊന്നുമില്ല, നീ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഹാർഡ് ആൻഡ് ഫാസ്റ്റ്, വെരി സ്ട്രിക്റ്റ്, വളരെ കർശനം. The gift of the gab, a talent for speaking, സംസാരിക്കാനുള്ള കഴിവ്. Lawyers are often born with the gift of the gab, അതായത് മിക്കവാറും അവർക്ക് ആ ഒരു സംസാരിക്കാനുള്ള കഴിവ് ദൈവം ജന്മനാ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അവർക്ക് സാധാരണ ലോയേഴ്സിന് സംസാരിക്കാനുള്ള നല്ല കഴിവ് വേണം അല്ലെ. അപ്പൊ ലോയേഴ്സ് ആർ ഓഫൺ ബോൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്. സ്റ്റാർക്ക് റിയാലിറ്റീസ്, റൂഡ് ട്രൂത്ത്, പരുഷമായ സത്യം. ദ സ്റ്റാർക്ക് റിയാലിറ്റീസ് ഓഫ് ലൈഫ് ഹാവ് ടോട്ട് മീ ദാറ്റ് വൺ cannot believe even the dhoti one wears. ഒരാൾ ധരിച്ചിരിക്കുന്ന മുണ്ടിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ജീവിതത്തിന്റെ നഗ്നമായ സത്യങ്ങൾ അല്ലെങ്കിൽ പരുഷമായ സത്യം എന്നെ പഠിപ്പിച്ചു. സ്റ്റാർക്ക് റിയാലിറ്റീസ്, റൂഡ് ട്രൂത്ത്. മൈ ഹാൻഡ്സ് ആർ ഫുൾ, ഐ എം വെരി ബിസി, ഞാൻ വളരെ തിരക്കിലാണ്. My hands are full right now because of exams. ഇപ്പം നമ്മൾ എത്ര 100 ഇഡിയംസ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന സെന്റൻസുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പം ആ സെന്റൻസ് എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഈ ഇഡിയംസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. വൺ ടൈം റീഡിംഗ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ വാച്ച് ചെയ്താൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കുന്നതായിരിക്കും. അത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ആദ്യമൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമൊക്കെ മലയാളത്തിന്റെ കൂടെയായിരിക്കും നിങ്ങൾ ആഡ് ചെയ്ത് ശീലിക്കുന്നത്. പിന്നെ നമ്മൾ വലിയ സെന്റൻസുകളിലും ഇംഗ്ലീഷ് സെന്റൻസുകളും ആഡ് ചെയ്യുക. അതപ്പോൾ ഇച്ചിരൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.